അധിക തീരുവ ചുമത്തി ഇന്ത്യയെ വരുതിയിലാക്കാൻ ശ്രമിച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ആകെ പെട്ട അവസ്ഥയിലാണ്. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കാതായതോടെ അനുനയ നീക്കവുമായി ട്രംപ് രംഗത്ത് വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇതാ അമേരിക്കയുടെ പിഴത്തീരുവയ്ക്കിടയിലും റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങിക്കൂട്ടി ഇന്ത്യ അമേരിക്കയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റിൽ 290 കോടി യൂറോയുടെ, അതായത് ഏകദേശം 30,000 കോടി രൂപയുടെ അസംസ്കൃത എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത്. ചൈനയുടെ 310 കോടി യൂറോയുടെ, ഏകദേശം 32,000 കോടി രൂപയുടെ ഇറക്കുമതിക്ക് അടുത്തേക്ക് ഒരു പടി കൂടി അടുക്കുകയും ഇന്ത്യ ചെയ്തു. ഹെൽസിങ്കി ആസ്ഥാനമായുള്ള സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ജൂലൈയിൽ 270 കോടി യൂറോയുടെ അസംസ്കൃത എണ്ണയായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത്. ചൈന 410 കോടി യൂറോയുടെയും. ചൈനയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറഞ്ഞപ്പോൾ ഇന്ത്യയുടേത് ഓഗസ്റ്റിൽ കൂടിയതായാണ് കണക്കുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്ന അമേരിക്കൻ സമ്മർദ്ദത്തിനിടയിലാണ് ഇത് എന്നത് ഏറെ ശ്രദ്ധയോടെ കാണണം. അതായത് അമേരിക്കയുടെയും ട്രംപിന്റെയും ഭീഷണിയെ ഇന്ത്യ പുല്ലുവില കൊടുത്താണ് മുന്നോട്ട് പോകുന്നത്. അമേരിക്ക ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% പിഴ തീരുവ ചുമത്തുകയും ചെയ്തിരുന്നു. തന്ത്രപ്രധാനമായ കരുതൽ ശേഖരത്തിലേക്കാണ് ചൈന കൂടുതലും റഷ്യൻ എണ്ണ വാങ്ങിക്കൂട്ടുന്നത്. എന്നാൽ ഇന്ത്യ വിപണിക്ക് വേണ്ടിയാണ് ഇത് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിൽ സംസ്കരിച്ച് കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഡീസലും പെട്രോളും കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. ഓഗസ്റ്റിൽ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ വാങ്ങിയത് ചൈനയാണ്. അതേസമയം റഷ്യയിൽ നിന്നുള്ള വാതകവും എണ്ണ ഉൽപ്പന്നങ്ങളും കൂടുതൽ വാങ്ങിയത് തുർക്കിയാണ്. അസംസ്കൃത എണ്ണ കൂടാതെ 51 കോടി യൂറോയുടെ കൽക്കരിയും 28.2 കോടി യൂറോയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയതായിട്ടും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്ക ഇന്ത്യയെ ഒന്ന് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇന്ത്യ പതറിയില്ല, മുന്നോട്ട് തന്നെ പോവുകയാണ്. അമേരിക്കയുടെ ഭീഷണിയെ വകവയ്ക്കാതെ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്താണ് ഇന്ത്യ ഇതിനോട് പ്രതികരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ കരുത്തുറ്റ നിലപാട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം.